വളരെ അധികം ദുഃഖകരമായിട്ടൊരു സംഭവമാണ് ഇന്നലെ നടന്നത്. അനുശോചനം രേഖപ്പെടുത്തുന്നു. പാറമേക്കാവ് ദേവസ്വം ഞാൻ വ്യക്തിപരമായിട്ടും മരിച്ചവരുടെ ഒപ്പമാണ്. ഈ ദുഃഖത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്, എല്ലാ കുടുംബങ്ങളുടെ ഒപ്പമാണ്. അവരോട് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും എന്തൊക്കെ ചെയ്യാൻ പറ്റുക അവരുടെ കൂടെ നിന്ന് എല്ലാ സഹായം ചെയ്യും. ഇനിയിപ്പോൾ എങ്ങനെയാണ് അടുത്തൊരു സ്റ്റെപ്പ്? പ്രത്യേകിച്ച് നമ്മൾ വെടിക്കെട്ടിൻ്റെ സാമഗ്രികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ അടുത്തൊരു തീരുമാനം? അതിപ്പോൾ ജില്ലാ ഭരണകൂടം ആയിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ അല്ലേ. ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ ഭരണകൂടം എന്ത് പറയുന്നു അതിനോട് കൂടെ നിന്ന് ഇപ്പോൾ പൂരം എഴുന്നള്ളിപ്പുകൾക്കൊക്കെ പതിവ് പോലെ നടത്തുന്നതിന് നിലവിൽ ദേശക്കാരുടെ ഒരു വികാരം എന്താണ് പ്രകടിപ്പിക്കുന്നത് ദേവസ്വം ഭാരവാഹികളോട്? അല്ല, അത്തരമൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇന്നലെ തിരുവമ്പാടി ദേവസ്ഥയിലായിരുന്നു മുഴുവൻ സമയം. ഇനിയിപ്പോൾ ഇന്നും ഈ മരിച്ചവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ എത്തുള്ളൂ. എന്താണ്? ഞാൻ ഇന്നലെ മുഴുവൻ അവരുടെ ഒപ്പമായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ, രാത്രി വരെ അവരുടെ ഒപ്പമായിരുന്നു. അല്ല, യോഗം കൂടിയിട്ടില്ല. യോഗം കൂടാനായിട്ടുള്ളൊരു സാഹചര്യം ഇനി ഉണ്ടായിട്ടില്ല. ഈ യോഗം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം യോഗം കൂട്ടുള്ളൂ. മന്ത്രി രാജനുമായി സംസാരിച്ചു? സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംസാരിച്ചു? സർക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം, സർക്കാരിൻ്റെ നിർദ്ദേശവും ജനവികാരവും കണക്കിലെടുത്തായിരിക്കും തീരുമാനം. തീർച്ചയായിട്ടും. നിലവിൽ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ട് ഈ ദേവസ്വങ്ങളിലൊക്കെ? ഈ ഒരു പ്രത്യേകിച്ച് എല്ലാം ഒരുങ്ങി അവസാന ഘട്ടത്തിലാണ്. വലിയ ഒരു ദുഃഖത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ആ തയ്യാറെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ദേശക്കാരും നാട്ടുകാരും കേരള സമൂഹം മുഴുവൻ വളരെയധികം ദുഃഖത്തിലാണ് ഇത്തരമൊരു അപകടം നടന്നേക്ക്. ഇപ്പോൾ അങ്ങനെ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ശേഷം ഇത്രയും എന്താ പറയുക സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ഇതിലേക്ക് പോകാമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിലും ആളുകളൊക്കെ സംബന്ധിച്ചുള്ള വലിയ വിഷമത്തിലാണ്. അവിടെ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നത് 3-4 ആൾക്കാർ ആ ഭാഗത്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ദുഃഖത്തിലാണ്. ഈ പൂരത്തിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ വലിയൊരു കഷ്ടപ്പാട് ദേവസ്വം ഭാരവാഹികളും ദേശക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരു വർഷമായിട്ടുള്ളൊരു അധ്വാനം തയ്യാറെടുപ്പാണ്. അപ്പം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാവും. ഇപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ വെടിക്കെട്ട് സാമഗ്രികൾ കൂടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അനുമതിയോടുകൂടിയല്ലേ ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അല്ല, അനുവാദം ഇല്ലാണ്ട് ഒന്നും ചെയ്യില്ല. അനുവാദം ഇല്ലാണ്ട് ഒരു മന്ത്രിസഭായോഗം ചേരുകയാണ്. അതിനകത്ത് ഒരു തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് നാളെ ദേവസ്വങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും യോഗം വിളിക്കാനാണ് നിലവിൽ സർക്കാരിൻ്റെ നീക്കം. അങ്ങനെയാണെങ്കിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കും? തീർച്ചയായിട്ടും. സർക്കാർ എന്താ പറയുന്നത് വെച്ചാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പീപ്പിൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ? സർക്കാർ ഒരു തീരുമാനം എടുക്കണം, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നതെല്ലാം. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സർക്കാർ ഒരു പെറ്റീഷനിട്ട് ഇതിൽ ഇടപെടാനുള്ള ഒരു അനുവാദം ചോദിക്കുന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതേ തുടർന്ന് ഒരുപക്ഷെ സർക്കാർ ഇതിൽ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിനോട് യോജിച്ച് ദേവസ്വങ്ങൾ പ്രവർത്തിക്കാം. ഒരുപാട് വർഷങ്ങളായി വളരെ ദുഃഖകരമാണ്, വളരെയധികം വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വളരെയധികം നിയന്ത്രണങ്ങളോടുകൂടി നടത്തി വരുന്ന വെടിക്കെട്ടാണ് കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട്. എനിക്ക് തോന്നുന്നത് 2006-ലാണ് ഒരു വെടിക്കെട്ട് അപകടം ഇവിടെ നടന്നത്. അത് പാടൂക്കാട് പാറമേക്കാവിൻ്റെ ആനക്കോട്ടയിൽ വെച്ചിട്ടാണ് നടന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 20 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അപകടം നടന്നിരിക്കുകയാണ്. അത് നടക്കാൻ പാടില്ലായിരുന്നു. പല കോണുകളിൽ സ്ഫോടനമുള്ള പടക്കങ്ങൾ ഒഴിവാക്കിയിട്ട് വർണ്ണാഭമായത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ല. അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അല്ലാണ്ട് നമുക്കൊരു സ്പെക്യുലേഷൻ പാടില്ല. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് ഒരു എൻക്വയറി നടന്ന്
അതിൻ്റെ ഒരു അന്വേഷണം നടന്നതിന് ശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ബാൻഡ് കെമിക്കൽസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ ഈ സ്ഫോടനത്തിൻ്റെ കാരണം, അതൊക്കെ ഒരു ഫോറൻസിക് എവിഡൻസ്, ഫോറൻസിക് ആയിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്കത് കണ്ടെത്താൻ ആകുള്ളൂ. ഇതിൽ മാഗസിനുകൾ കാലിയാക്കി എടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം തന്നെ അത് തത്സമയം ഈ മാഗസിനിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറേ കൂടിയും എളുപ്പമുണ്ട്. എങ്ങനെയാണ് അതിൽ ദേവസ്വത്തിൻ്റെ അല്ല, അത് മാഗസിൻ അത് ഡിസ്പ്ലേ സമയത്താണ് മാഗസിൻ കാലിയാക്കേണ്ടത്, അല്ലാണ്ട് പണിയിനോടത്തല്ല. പണിയിനോടത്ത് മാഗസിനിലാണ് സ്റ്റോർ ചെയ്യുക. അത് സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്പ്ലേ സൈറ്റിൽ, അതായത് നമ്മുടെ തേക്കങ്കാട് മൈതാനത്തിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മാഗസിൻ കാലിയാക്കി വെക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ മാഗസിനിലേക്ക് തേക്കങ്കാട് മൈതാനത്തേക്ക് മാറ്റുന്നതിന് നിയമപരമായി തടസ്സമുണ്ടോ? ശരി, ഇപ്പോഴത്തെ സ്ഥിതിക്ക് യാതൊരു തടസ്സമില്ല. അതെ, ഇന്നലെ അവിടെ തിരുവമ്പാടിയൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. നിങ്ങൾ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാവില്ല, എന്താണ് അതിന്? അല്ല, ഇപ്പോൾ അത്തരമൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴും സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ. ഈ സതീശനൊക്കെ ആണെങ്കിലും നമ്മളുമായിട്ടൊക്കെ അത്ര അടുപ്പമുള്ള ആളുകളാണ്. പിന്നെ എനിക്കുള്ള 2 കൊല്ലം മുമ്പ് ഞങ്ങളുടെയും കൂടി ലൈസൻസ് ചെയ്തു 2020. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്? ഇന്നലെ അവർ സംസാരിച്ചിരുന്നു, എന്താണ് അതിന്റെ ഫൈൻഡിങ്സ്? അല്ല, ഞങ്ങളുടെ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. യോഗം വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഇലക്ഷൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്ന കാരണം യോഗം വിളിക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തിരുവമ്പാടിയിലെ മുഴുവൻ സാധനങ്ങൾ കത്തിക്കഴിഞ്ഞു. പാറമേക്കാവിൻ്റെയാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത്. അപ്പോൾ സർക്കാർ പറയുന്ന തീരുമാനങ്ങൾ അത് ഏതായാലും അംഗീകരിക്കും? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അംഗീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയ്ക്ക് എന്താണ് സർക്കാർ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്യും.